ഹലോ എവ്രിവൺ, നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ പാറ്റേണും മാർക്കിങ്സും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അനാലിസിസിൽ നോക്കുന്നത്. അപ്പോൾ ഇത് 4 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2021-ലെയും 2020-ലെയും 2019-ലെയും 2018-ലെയും പബ്ലിക് എക്സാം പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഈ സെഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സെഷനിൽ 2018 മാർച്ചിൽ നടന്ന പബ്ലിക് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. മറ്റെല്ലാ സെഗ്മെൻറ്റിലും പറഞ്ഞ പോലെ തന്നെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ഒക്കെ മാർക്കിംഗ് സ്കീം കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാച്ച് ദ ഫോളോയിങ്, അനലോജി ക്വസ്റ്റ്യൻസ്, ക്രൊണോളജി അല്ലെങ്കിൽ ഇയർ അനുസരിച്ച് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് 4 മാർക്കിൻ്റെ MCQസിലേക്കാണ്. അതായത് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നും ഓരോ മാർക്ക് വെച്ചിട്ട്, അതായത് ശരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, 4 എണ്ണം മൊത്തം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവുന്നത്. അപ്പം MCQs ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ് ഗിവൻ ബിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽത്താമിറ കേവ് പെയിൻറ്റിങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ. അൽത്താമിറ കേവ് പെയിൻറ്റിങ്സ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സ്പെയിനിലാണ്. അപ്പം സ്പെയിൻ ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് എ ഫസ്റ്റ് ഖലീഫ്? ഖലീഫാസിലെ ഫസ്റ്റ് വൺ ആരായിരുന്നു? അബൂബക്കർ. അപ്പം അബൂബക്കർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫൗണ്ടർ ഓഫ് ഉമായത് ഡൈനാസ്റ്റി. ഉമായത്സിൻ്റെ ഫൗണ്ടർ ആരാണ്? മുഅവിയ. അപ്പം മുഅവിയ ആൻസർ ആണ്, അത് ടിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ അബ്ബാസിഡ്സ് എസ്റ്റാബ്ലിഷ് ദെയർ ക്യാപിറ്റൽ അറ്റ്. എവിടെയാണ് അബ്ബാസിഡ്സിൻ്റെ ക്യാപിറ്റൽ വരുന്നത്? കുഫ, ഡമാസ്കസ്, ബാഗ്ദാദ്, ക്വഹീറ. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് ആൻസർ? ബാഗ്ദാദ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആ ആൻസർ കീഴിൽ കൊടുത്തിട്ടുണ്ട്. സ്പെയിൻ 1 മാർക്ക്, അതുപോലെ അബൂബക്കർ 1 മാർക്ക്, മുഅയ്യ 1 മാർക്ക്, ബാഗ്ദാദ് 1 മാർക്ക്, മൊത്തം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ തന്നെയാണ്. ഓരോ മാർക്ക് വീതമുള്ള 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ക്രൊണോളജിക്കലി ആണ്. അതായത് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. അപ്പം ഏതൊക്കെയാണ് ഇവൻറ്റുകൾ കൊടുത്തിട്ടുള്ളത്? ബോയ്സ് ക്യാപ്ചർ ഓഫ് ബാഗ്ദാദ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കാലിഫേറ്റ്, അബ്ബാസിദ് ഡൈനാസിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ക്യാമൽ വാർ. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ഇയർ അനുസരിച്ച് എന്ന് നോക്കുക. അതിനനുസരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ എന്ന രീതിയിൽ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കീ നോക്കാം. അപ്പോൾ ആൻസർ കീയിൽ ആദ്യം വരുന്ന ഏതാണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കാലിഫേറ്റ് 632-ൽ, പിന്നെ 657-ലാണ് ക്യാമൽ വാർ വരുന്നത്. അതിനുശേഷം 750-ലാണ് അബ്ബാസിദ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ബൈറ്റ്സ് ക്യാപ്ചർ ഓഫ് ബാഗ്ദാദ് 945-ലാണ്. അപ്പം അതിനനുസരിച്ച് വേണം ഈ ഇവൻറ്റ്സിനെ ക്രൊണോളജിക്കലി പ്ലേസ് ചെയ്യാൻ. അപ്പം ഓരോ മാർക്ക് അനുസരിച്ച് എല്ലാം 4 മാർക്കിലേക്ക് വരും. ഇനി അടുത്തതാണെങ്കിലും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 1 മാർക്ക് വെച്ച് 4 മാർക്കിൻ്റെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. എ കോളം ബി കോളം ഉണ്ട്. എയിൽ 3rd ഇന്റർനാഷണൽ, കൈറോ ഡിക്ലറേഷൻ, ടോക്കിയോ ഒളിമ്പിക്സ്, ലോങ് മാർച്ച് കൊടുത്തിട്ടുണ്ട്. ബിയിൽ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇയേഴ്സ് ആയിട്ടാണ് ഈ ഇവൻറ്റിനെ കണക്ട് ചെയ്യേണ്ടത്. 1964, 18, 34, 43. അപ്പം ആൻസർ കീ നോക്കുക. 3rd ഇന്റർനാഷണൽ നടക്കുന്നത് 1980, കൈറോ ഡിക്ലറേഷൻ 1943, ടോക്കിയോ ഒളിമ്പിക്സ് 1964, ലോങ് മാർച്ച് 1934. അപ്പം അങ്ങനെയാണ് ടോട്ടൽ 4 മാർക്ക് ആവുന്നത്, 1 മാർക്ക് ഈച്ച്. ഇനി വേറൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റിലേഷൻഷിപ്പ് അനലോജി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻഷിപ്പ് അനുസരിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം ഇവിടെ എയിൽ നോക്കിയേ, മൈൻസ് മെക്സിക്കോ ആണ്. അപ്പം ഇൻകാസ് എവിടെയാണ്? മെക്സിക്കോ പ്ലേസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇൻകാസിൻ്റെയും പ്ലേസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം മെക്സിക്കോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻകാസിന് എവിടെയാണ് വരിക? പെറു എന്ന ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ ക്വിപ്പു ഇൻകാസിൻ്റെ ആണെങ്കിൽ ചിനംപാസ് ആരുടെയാണ്? ചിനംപാസ് ആസ്ടെക്സിൻ്റെ ആണ്. ക്യാപിറ്റലിസം ആൻഡ് സ്ലേവറി എറിക് വില്യംസിൻ്റെ വർക്കാണെങ്കിൽ ജോഗ്രഫി ആരുടെ വർക്കാണ്? ജോഗ്രഫി ടോളമിയുടെ വർക്കാണ്. അതുപോലെ തന്നെ കൊളംബസിലേക്ക് വരുമ്പം കൊളംബസ് എത്തുന്ന ഐലൻഡ് ഗുന്നഹാനി ആണെങ്കിൽ കബ്രാൾ എത്തുന്നത് എവിടെയാണ്? കബ്രാൾ എത്തുന്നത് ബ്രസീലിലാണ്. അപ്പോൾ ആൻസർ കീ നോക്കുക. ഫസ്റ്റ് വൺ പെറു, ആസ്ടെക്സ്, ടോളമി, ബ്രസീൽ. മൊത്തം 4 മാർക്ക്. ഇനി വരുന്ന 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ദ ഫോളോയിങ് പ്ലേസസ് ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് വേൾഡ് പ്രൊവൈഡഡ്. വേൾഡ് മാപ്പ് തരുന്നുണ്ട്. അപ്പം ആ മാപ്പിൽ ഈ പ്ലേസസ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം മാർക്ക് ചെയ്യാനുണ്ട്. 1 മാർക്ക് ഈച്ച്, ടോട്ടൽ 4 മാർക്സ് ആണ്. അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏൻഷ്യൻ റോമൻ എംപയറിലെ റീജിയൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കാർട്ടേജ്, അലക്സാൻഡ്രിയ, ആൻറ്റിയോ, കോൺസ്റ്റാന്റിനോപ്പിൾ, ഇതെല്ലാം റോമൻ എംപയറിൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം ആ റോമൻ എംപയറിൻ്റെ മാപ്പ് ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് മാപ്പിൽ ഇതൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കാർട്ടേജ് നോക്കാം. കാർട്ടേജ് വരുന്നത് ഈ ഒരു റീജിയനിലാണ്. അതേസമയം അലക്സാൻഡ്രിയ വരുന്നത് ഈ ഒരു പോർഷനിലും, ആൻറ്റിയോക്ക് വരുന്നത് ഈ ഒരു പോർഷനിലും, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നത്
ഇവിടെയോ ആണ്. അപ്പം ഈ പ്ലേസസ് ഓർത്ത് വെക്കുക. ഔട്ട്ലൈൻ മാപ്പ് ആയിരിക്കും തരിക, ഇങ്ങനത്തെ മാപ്പ് ആയിരിക്കില്ല. അപ്പോൾ ഔട്ട്ലൈൻ മാപ്പിൽ കൃത്യമായി തന്നെ മാർക്ക് ചെയ്യാൻ നോക്കുക. ഏറ്റവും അക്യൂറേറ്റ് ആയിട്ട് പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് ആ ഒരു റീജിയനിൽ മാർക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ ആ ഒരു റീജിയൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. എവിടെയാണ് എല്ലാം വരുന്നത് എന്നതൊന്ന് പിക്ചറൈസ് ചെയ്യുക. വേൾഡ് മാപ്പിനെ ഒന്ന് പഠിച്ച് വയ്ക്കുക. അപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും പ്ലേസസ് ലൊക്കേറ്റ് ചെയ്യാനായി. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ all the questions from 6 to 9. 6 to 9 ക്വസ്റ്റ്യൻസിൽ എല്ലാം ആൻസർ ചെയ്യണം, കമ്പൽസറി ആണ്, ഓപ്ഷൻസ് ഇല്ല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പോയിന്റ് ഔട്ട് ദ ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹൊമിനോയിഡ്സ് ആൻഡ് ഹൊമിനിഡ്സ്. ഈസിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം what were the measures introduced by the Umayyads to frame Islamic identity? ഇസ്ലാമിക് ഐഡൻറ്റിറ്റി ഉമായദ്സ് എന്ത് മെഷേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഫ്രെയിം ചെയ്യുന്നത്? അതും ലെക്ചേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി മംഗോൾസിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരു ടോപ്പിക്കായി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് എ നോട്ട് അബൌട്ട് ദി ഇറ്റാലിയൻ സിറ്റീസ് ഓഫ് 14th century. 14th centuryയിലെ ഇറ്റാലിയൻ സിറ്റീസിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എഴുതേണ്ട വരില്ല. 2 മാർക്കിന് ഓരോ മാർക്ക് വീതം 2 പോയിന്റുകൾ അങ്ങനെയായിരിക്കും എഴുതേണ്ടി വരിക. അതിൽ ഹൊമിനിഡ്സ് ആൻഡ് ഹൊമിനോയിഡ്സ് വരുമ്പം ഹൊമിനിഡ്സിൻ്റെയും ഹൊമിനോയിഡ്സിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. അപ്പം ജോസ് ആയാലും ബ്രെയിനിയൽ കപ്പാസിറ്റി ആയാലും ബൈപ്പെഡലിസം, ക്വാഡ്രപ്പെഡൽ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള. അപ്പം അങ്ങനത്തെ ഫീച്ചേഴ്സ് 2 എണ്ണം ഏതെങ്കിലും എഴുതുക 2 മാർക്കിന്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം എനി 2 കോൺട്രിബ്യൂഷൻസ് ഓഫ് ഉമായദ്സ്. അബു മാലിക്കിൻ്റെ റിഫോംസിനെ കുറിച്ച് എഴുതാം. ഉമായദ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അത് 2 മാർക്കിന് എഴുതാം. ഈവൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴും നമ്മൾ സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ചെങ്കിസ് ഖാനോ ഓർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ മംഗോൾസ്, നമ്മൾ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും 2 പോയിന്റ് എഴുതാം. ഇനി ഇറ്റാലിയൻ സിറ്റീസിലേക്ക് വരുമ്പോഴോ നിങ്ങൾക്ക് 2 രീതിയിൽ അത് എഴുതാൻ പറ്റും. ഒന്ന്, നെയിംസ് ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്. ഇറ്റാലിയൻ സിറ്റീസിൻ്റെ നെയിംസ് എഴുതാം. അല്ലെങ്കിൽ എനി 2 ഫീച്ചേഴ്സ് റിഗാർഡിങ് ദി ഇറ്റാലിയൻ സിറ്റീസ്. അപ്പം ഇറ്റാലിയൻ സിറ്റീസോ അതിൻ്റെ 2 ഫീച്ചേഴ്സോ ഏതെങ്കിലും 2 ഫീച്ചേഴ്സോ എഴുതിയാൽ മതിയാവും. ഇനി നമ്മൾ നോക്കുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ എനി 2 questions ഫ്രം 10 to 12. 10 to 12 നിന്ന് ഏതെങ്കിലും 2 questions എഴുതുക. ഈച്ച് ക്യാരീസ് 3 scores. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസപ്പൊട്ടേമിയ. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദ അഗ്രേറിയൻ ടെക്നോളജി ഓഫ് 11th century യൂറോപ്പ്. 11th century യൂറോപ്പിൻ്റെ അഗ്രേറിയൻ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സാമിൻ ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, പോയിന്റ് ഔട്ട് ദി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓൺ വിമൻ ആൻഡ് ചിൽഡ്രൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വിമനെയും ചിൽഡ്രനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിൻ്റെ കോൺസിക്വൻസസ് വിമനും ചിൽഡ്രനും എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി ആൻസർ കീ നോക്കാം. ആൻസർ കീ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, പോയിന്റുകളായിട്ട് ആൻസർ കീ മാത്രമായിട്ട് എഴുതരുത്. മാർക്കിനനുസരിച്ച് ഇപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ കീയിലുള്ള പോയിന്റ് മാത്രമായിട്ട് എഴുതിയാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്സ് അങ്ങനെ മാർക്ക് കൂടുന്തോറും കുറച്ച് എക്സ്പ്ലനേഷനും ഡിസ്ക്രിപ്റ്റീവായിട്ടും കൂടി എഴുതേണ്ടി വരും. ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുമ്പോൾ പോലും ബുള്ളറ്റഡ് പോയിന്റ്സുകളായിട്ട് എഴുതാനും കീവേഡ്സ് എടുത്തെഴുതാനും അത് അണ്ടർലൈൻ ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യത്തെ നമുക്ക് നോക്കാം. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഏതെങ്കിലും 3 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മെസപ്പൊട്ടേമിയയുടെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ഫീച്ചേഴ്സ് എഴുതാം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം അഗ്രികൾച്ചറൽ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഹെവി അയൺ ടിപ്ഡ് പ്ലൗ, യൂസ് ഓഫ് ആനിമൽസ്, വിൻഡ് ആൻഡ് വാട്ടർ, 3 ഫീൽഡ് സിസ്റ്റം, അതായത് മോർ പ്രൊഡക്ഷൻ, ഇതിൽ നിന്നൊക്കെ കൂടുതൽ പ്രൊഡക്ഷനിലേക്ക് എത്താണ്. അപ്പം 3 പോയിന്റ്സ് എഴുതുക 3 മാർക്കിന്. അടുത്തത് വരുമ്പോൾ വിമൻ ആൻഡ് ചിൽഡ്രനിലേക്ക് വരുമ്പോൾ വിമൻ്റെ ലേബർ അതിനെക്കുറിച്ച് എഴുതുക. ഹൊറിബിൾ വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലോ വേജസിനെ കുറിച്ച് പറഞ്ഞു, ചൈൽഡ് ലേബറേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ചിൽഡ്രൻ വർക്ക്ഡ് ആസ് ട്രാപ്പേഴ്സ് ഇൻ കോൾ മൈൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കോൾ ബെയറേഴ്സായിട്ടും സ്ലംസിലുള്ള അവരുടെ ലൈഫും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ആ ഒരു അർബൻ റൂറൽ ഡിവൈഡ് വരുന്നതും മൈഗ്രേഷൻസ് സംഭവിക്കുന്നതും അതിൽ വിമൻ ആൻഡ് ചിൽഡ്രൻ മോർ ദാൻ മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ അഫക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ആ പോയിന്റ്സ് ആണ് അതിൽ എഴുതേണ്ടത്. ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതുക 3 മാർക്കിന്. ഇനി നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആൻസർ എനി 5 questions ഫ്രം 13 to 18. 13 to 18 ക്വസ്റ്റ്യൻസിൽ നിന്ന് എനി 5, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എഴുതാൻ പറ്റുന്ന ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓപ്ഷൻസ് ആണ്. അപ്പം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്ക്രൈബ് ദ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് ആർട്ട് ഡെവലപ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ്. ഏർലി ഹ്യൂമൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ലാംഗ്വേജ്, ആർട്ട്, ഇതിനെക്കുറിച്ചൊക്കെ അതിൻ്റെയൊക്കെ മോഡ്സ് എന്തായിരുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ലേറ്റ് ആൻറ്റിക്വിറ്റി ഇൻ ദ റോമൻ ഹിസ്റ്ററി. റോമൻ ഹിസ്റ്ററിയിലെ ലേറ്റ് ആൻറ്റിക്വിറ്റി, അതും ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ എക്സ്പാൻഷൻ ഓഫ് സെൻട്രൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അണ്ടർ ദി അബ്ബാസിഡ്സ്.
അപ്പോൾ അബ്ബാസിഡ്സിൻ്റെ കീഴിൽ നടക്കുന്ന സെൻട്രൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ എക്സ്പാൻഷൻ, അപ്പം അബ്ബാസിഡിൻ്റെ കീഴിൽ നടക്കുന്ന എക്സ്പാൻഷൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ മെയിനായിട്ട് പറയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും ആർട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറയണം? ഹാൻഡ് മൂവ്മെൻറ്റ്, സ്പോക്കൺ ലാംഗ്വേജ്, കേവ് പെയിൻറ്റിങ്സ്, നോൺ വെർബൽ ലാംഗ്വേജ് സൗണ്ട്സ്, അങ്ങനെ ഏതെങ്കിലും 4 കാരണം 4 മാർക്കാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഓട്ടോണമി, മിലിറ്ററി, ഡയോക്ലീഷ്യൻ, കോൺസ്റ്റാന്റിനോപ്പിൾ, സെക്കൻഡ് ക്യാപിറ്റൽ, ക്രിസ്ത്യനൈസേഷൻ, അർബൻ പ്രോസ്പെരിറ്റി, അതുപോലെ തന്നെ ജസ്റ്റിനിയൻ, റീക്യാപ്ചർ ഓഫ് ആഫ്രിക്ക, പീരീഡ് ഓഫ് ലേറ്റ് റോമൻ എംപയർ, ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ലേറ്റ് ആൻറ്റിക്വിറ്റിയിൽ. അതിൽ ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അബ്ബാസിദ് റെവല്യൂഷനെ കുറിച്ച് പറയുമ്പം ദവ എന്ന മൂവ്മെൻറ്റിനെ കുറിച്ച് പറയണം. ഉമായിഡ്സിനെ ബ്രോഡ് ഡൗൺ ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ്. ചേഞ്ച് ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ, ബ്യൂറോക്രസി, അതുപോലെ തന്നെ ഇറ്റ് പാട്രണൈസ്ഡ് ഇസ്ലാം, അതും 4 പോയിന്റ് എഴുതുക. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ വരുന്നത് എന്താണ്? ഇല്ലുസ്ട്രേറ്റ് ദ കൊറിയർ സിസ്റ്റം ആൻഡ് ലീഗൽ കോഡ് ഇൻട്രൊഡ്യൂസ് ബൈ ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ്റെ കീഴിലുള്ള ലീഗൽ സിസ്റ്റവും കൊറിയർ സിസ്റ്റം രണ്ടും എഴുതണം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പം മ്യൂച്വൽ പെർസെപ്ഷൻസ് ബിറ്റ്വീൻ നേറ്റീവ്സ് ആൻഡ് യൂറോപ്യൻസ് ഇൻ അമേരിക്ക. മ്യൂച്വൽ പെർസെപ്ഷൻസ് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പെർസെപ്ഷൻസ് എന്താണെന്നുള്ളത്, ഇവരുടെ കൺഫ്രണ്ടേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ എമർജൻസ് ഓഫ് ജപ്പാൻ ഇൻ ദ പോസ്റ്റ് വാർ ഇറ വാസ് എ മിറാക്കിൾ സബ്സ്റ്റാൻഷിയേറ്റ്. പോസ്റ്റ് വാർ ഇറയിലെ എമർജൻസ് ഓഫ് ജപ്പാനെ കുറിച്ച് നമ്മൾ ജപ്പാൻ പറഞ്ഞപ്പം ഇത് പറഞ്ഞിരുന്നു, ഡിഫീറ്റ് ഇൻ വേൾഡ് വാർ. അതിനുശേഷം എങ്ങനെയാണ് ജപ്പാൻ വീണ്ടും റൈസ് ചെയ്യുന്ന ഒരു പോപ്പുലർ എക്കണോമിക് പവറായി ജപ്പാൻ മാറുന്ന ഒരു കഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തേൽ എന്തൊക്കെ പറയണം? യാം പറയണം, ക്യുബ്കാ ടാക്സ് പറയണം, യാസ അല്ലെങ്കിൽ ലീഗൽ കോഡിനെ കുറിച്ച് പറയണം. അതും 4 മാർക്കിനാണ്. അതുകൊണ്ട് 4 പോയിന്റ്സ് പ്രധാനമായിട്ടും പറയണം. അതും കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. യാസ, യാം, കുബ്കാർ എന്നീ കീവേഡ്സ് അതിൽ എന്തായാലും വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെൻഷൻ അബൌട്ട് ദ നേറ്റീവ്സ് ഓഫ് അമേരിക്ക. അമേരിക്കൻ നേറ്റീവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ട റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് പറയാം. അതും 4 മാർക്കിന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം എനി 4 പോയിന്റ്സ് റിഗാർഡിംഗ് ദ റൈസ് ഓഫ് ജപ്പാൻ. പോസ്റ്റ് വാർ പീരീഡിലെ ജപ്പാൻ്റെ റൈസിനെ കുറിച്ച് ഏതെങ്കിലും 4 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു സെപ്പറേറ്റ് ടോപ്പിക് ഉണ്ട് അതിനെക്കുറിച്ച്. അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും 4 പോയിന്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആയാലും മതി. ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതുക. ഇനി നമ്മൾ വരുന്നത് 5 മാർക്സ് ക്വസ്റ്റ്യനിലേക്കാണ്. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 19 to 21 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അപ്പം എല്ലാം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടേമിയ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്, ഡയറക്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ദ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി കോൺട്രിബ്യൂഷൻസ് ഓഫ് മംഗോൾ ടു ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. മംഗോൾസിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? സോഷ്യോ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന സെപ്പറേറ്റ് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന പോയിന്റ്സ് ആണ് ഇതിൽ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്ട്രഗിൾസ് അഗേൻസ്റ്റ് ആസ്ടെക്സ് ബൈ കോർട്ടേസ് ആൻഡ് കബ്രാൽ അഗേൻസ്റ്റ് ബ്രസീൽ. കോർട്ടേസിൻ്റെ ആസ്ടെക്സിനെതിരെ ഉള്ളതും അതുപോലെ കബ്രാലിൻ്റെ ബ്രസീലിനെതിരെയുമായിട്ട് നടന്നിട്ടുള്ള സ്ട്രഗിൾസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കൺഫ്രണ്ടേഷനെ കുറിച്ച് തന്നെയായിരിക്കും എഴുതേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തേത് നോക്കുമ്പോൾ ആൻസർ കീയിൽ പറയുന്നത് ഇങ്ങനെയാണ്. എനി 5 പോയിന്റ്സ് അബൌട്ട് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടേമിയ. ഏതെങ്കിലും 5 പോയിന്റ്സ് എഴുതിയാൽ മതി. അതുപോലെ മറ്റ് ക്വസ്റ്റൻ ആയാലും എനി 5 പോയിന്റ്സ് റിഗാർഡിംഗ് കോൺട്രിബ്യൂഷൻ ഓഫ് ചെങ്കിസ് ഖാൻ. അപ്പോൾ ആ സോഷ്യോ പൊളിറ്റിക്കൽ സെനേറിയോയിൽ നമ്മൾ കോൺട്രിബ്യൂഷൻസ് ഓഫ് ചെങ്കിസ് ഖാനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 5 പോയിന്റ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഇനി 5 പോയിന്റ്സ് അബൌട്ട് സ്ട്രഗിൾസ് അഗേൻസ്റ്റ് ആസ്ടെക്സ് ബൈ കോർട്ടേസ് ആൻഡ് കബ്രാൽ അഗേൻസ്റ്റ് ബ്രസീൽ. അപ്പം ഇതിൽ ആസ്ടെക്സിൽ കോർട്ടേസ് എത്തുന്നതും കോൺക്വർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രസീലിൽ കബ്രാൽ എത്തുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും 5 പോയിന്റ്സ്, ആ ഫീച്ചേഴ്സിൽ നിന്ന് ഏതെങ്കിലും 5 പോയിന്റ്സ് എഴുതുക. ഇനി നമ്മൾ വരുന്നത് 8 മാർക്സിൻ്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് റൈറ്റ് എനി 2 questions from question numbers 22 to 24. Each carries 8 scores. ഓരോന്നിനും 8 മാർക്കാണ്. അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദി എക്കണോമിക് എക്സ്പാൻഷൻ, സോഷ്യൽ ഹൈറാർക്കി ആൻഡ് വർക്കിംഗ് ക്ലാസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് റോമൻ എംപയർ. ഇത് റോമൻ എംപയറിനെ ആ തീമിൽ, ആ ചാപ്റ്ററിൽ നമ്മൾ ഓരോ ടോപ്പിക്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് എക്സ്പാൻഷനെ കുറിച്ചും സോഷ്യൽ ഹൈറാർക്കിയെക്കുറിച്ചും വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സബ് ഹെഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പിന്നീടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. ആർട്ടിലും ലിറ്ററേച്ചറിലും ആർക്കിടെക്ചറിലുള്ള ഹ്യൂമാനിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് കാണിക്കുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. പ്രധാനമായിട്ടും ആർട്ടിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പല വർക്ക്സും കമ്മീഷൻ ചെയ്തവരുടെ പേരുകൾ വെച്ച് എക്സാമ്പിൾസ് കൂടി പറയാൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും 4 പോയിന്റ്സ് ആണ്
ഇതിൽ 8 മാർക്കിൻ്റെ എസ്സേ ആണ്. എസ്സേ ടൈപ്പ് ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക. ഇൻട്രൊഡക്ഷൻ, മെയിൻ കണ്ടന്റ്, കൺക്ലൂഷൻ മറക്കരുത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ബുള്ളറ്റഡ് പോയിന്റ്സ് ആയിട്ട് കൂടിയും ഓരോ സബ് ഹെഡിങ്സിനും കീഴിൽ ഓരോ പോയിന്റ്സ് ആയിട്ട് അതുപോലെ ബുള്ളറ്റഡ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യത്തേൽ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഏതാണോ ഫോക്കസ് ഏരിയാസ് വരുന്നത് അതനുസരിച്ച് എഴുതുക. ട്രേഡ് റിലേഷൻസ്, വാട്ടർ ആൻഡ് വിൻഡ് യൂസേജ്, സ്ലേവറി, ലേബർ മാനേജ്മെൻറ്റ്, ബ്രാൻഡിംഗ് സിസ്റ്റം, സോഷ്യൽ ഗ്രൂപ്പ്, സെനേറ്റേഴ്സ്, ബ്യൂറോക്രസി, പവർഫുൾ ലോ, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, റോൾ ഓഫ് കിങ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നോക്കിയിട്ട് തന്നെ എഴുതുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴും ഈ ഹ്യൂമാനിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ ഒക്കെ പറയുമ്പം റിനൈസൻസിനെ കുറിച്ച് പറയണം. ഹ്യൂമാനിസം, റിയലിസം, ആർട്ട്, ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചേഴ്സ്, ഇതിൽ നിന്ന് 2 മാർക്സ് ഈച്ച്, എനി 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനി 4 പറയുക, അതിൽ നിന്ന് ഓരോന്നിലും 2 മാർക്ക് ഈച്ചിനുള്ള ഡിസ്ക്രിപ്ഷൻ വെച്ച് എഴുതുക. അപ്പോൾ മൊത്തം 8 മാർക്കാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് വേറൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദ ഗ്രോത്ത് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ ഗ്രോത്തിലുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ റോൾ എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എങ്ങനെയാണ് ബ്രിട്ടൻ്റെ ഗ്രോത്തിലേക്ക് നയിക്കുന്നത് എന്ന രീതിയിൽ. അപ്പോൾ അവിടെ ഹിൻസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ എഴുതണം, എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഇവിടെ എഴുതേണ്ടത്. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രിയെ കുറിച്ച് എഴുതണം, കോട്ടൺ ഇൻഡസ്ട്രിയെ കുറിച്ച് എഴുതണം, കനാൽസ് ആൻഡ് റെയിൽവേസിനെ കുറിച്ച് എഴുതണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് എസ്സേ ആയതുകൊണ്ട് തന്നെ ആദ്യം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വയ്ക്കുക. ബ്രിട്ടനിൽ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുക. അതിനുശേഷം കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുക. കോട്ടൺ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, അവിടെ വരുന്ന ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്റ്റീം പവർ, റെയിൽവേസ്, ലോക്കോമോട്ടീവ്സ്, ഈ കാര്യങ്ങൾ പറയുക. കനാൽസ് ആൻഡ് റെയിൽവേസിൻ്റെ കാര്യം പറയുക. ഇതിൽ നിന്ന് ഇനി 4 ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 4 മെയിൻ പോയിന്റുകൾ എഴുതുക. അതിൽ നിന്ന് മാക്സിമം 2 മാർക്കിന് വേണ്ടിയിട്ടുള്ളതെങ്കിലും ഓരോ പോയിന്റിലും എഴുതണം. എന്നാലേ ടോട്ടൽ 8 മാർക്ക് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് 2018 പേപ്പറാണ്. 2021 പേപ്പറാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പേപ്പർ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ആ ഒരു പാറ്റേൺ തന്നെ നമുക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാം. പക്ഷേ ക്വസ്റ്റ്യൻസ് 2018 റിലവൻ്റ് ആണ്. അത് ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2021 മോഡൽ അതുപോലെ ഒരു മോഡൽ ഏറെക്കുറെ പ്രതീക്ഷിക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ ആയാലും എല്ലാം ആ ഒരു മോഡലിലെ കണ്ടിന്യൂഷൻ പ്രതീക്ഷിക്കുക. ക്വസ്റ്റ്യൻസ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഏരിയാസ്, ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കരുതുക. പിന്നെ അതുപോലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്സ് അനുസരിച്ച് എഴുതാൻ ശ്രമിക്കുക. ഒരുപാട് എഴുതുക. അപ്പം 1 മാർക്കിന് വേണ്ടിയിട്ട് 8 മാർക്ക് എസ്സേൻ്റെ ആൻസർ പോലെ എഴുതി കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പം മാർക്ക് അനുസരിച്ച് മാത്രം എഴുതുക. അതുപോലെ ഫോക്കസ് ഓൺ ദ കീവേഡ്സ് എന്തൊക്കെയാണോ അത് അണ്ടർലൈൻ ചെയ്ത് കീവേഡ്സ് എടുത്ത് എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ എസ്സേ റൈറ്റിംഗ് ഫോമാറ്റിൽ എഴുതുക. എസ്സേ റൈറ്റിംഗ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ വരുമ്പം ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന രീതിയിൽ ഒരു എസ്സേ റൈറ്റിംഗ് പോലെ എഴുതാൻ ശ്രമിക്കുക. പിന്നെ ബുള്ളറ്റഡ് പോയിന്റ്സ്, അതായത് പാരഗ്രാഫുകളാക്കി എഴുതാതെ ബുള്ളറ്റഡ് പോയിന്റ്സ് ആക്കുക. ടൈം മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും റിസ്ക് ഉള്ള കാര്യം. ഇല്ലെങ്കിൽ ഇത്രയും ആൻസേഴ്സ്, പ്രത്യേകിച്ച് ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് എഴുതാനും തോന്നും. അപ്പോൾ ഇത് മുഴുവനും ഈ ഒരു 2.5 മണിക്കൂറിനുള്ളിൽ എഴുതി എടുക്കുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടാസ്ക് മാനേജ് ചെയ്യണമെങ്കിൽ ബുള്ളറ്റഡ് പോയിന്റ്സ് ആക്കി എല്ലാത്തിൻ്റെയും പോയിന്റ്സ് ആദ്യം ഒരു കൂൾ ഓഫ് ടൈം കിട്ടുമ്പോൾ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ എഴുതണം എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. അവിടെ എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നതെന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് എഴുതി തുടങ്ങുക. അപ്പം കുറച്ചും കൂടി എളുപ്പമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കൊക്കെ അനുസരിച്ച് എഴുതുക. അപ്പം കുറേ കൂടി ഈസി ആയിട്ട് വിത്തിൻ ദ ടൈം എഴുതി തീർക്കാൻ പറ്റും. അതുപോലെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുക. MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം നിങ്ങൾക്ക് ഉറപ്പുള്ള, അല്ലെങ്കിൽ ഇതല്ല ആൻസർ എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒഴിവാക്കി ഇടുക. ഉള്ള ഓപ്ഷൻസ് എല്ലാം ഒഴിവാക്കി ഇടുക. ബാക്കിയുള്ള ഓപ്ഷൻസിൽ നിന്ന് പിന്നീട് ഗസ് ചെയ്താൽ മതിയാവും. പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നും കഷ്ടപ്പെടാനോ ഒരുപാട് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള MCQ, മാത്സ്, ഫോളോയിങ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ എല്ലാവരും എക്സാംസ് അടിപൊളി എഴുതുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ നോക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക.